അപ്പോൾ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് നടന്ന സാധനം കിട്ടി. അതായത് മീറ്റർ, ഡിജിറ്റൽ മീറ്റർ നമുക്ക്. അപ്പോൾ ഏകദേശം മാഷിൻ്റെ കയ്യിലുള്ള പോലെ തന്നെയാണ് അവസ്ഥ. കയ്യിൽ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ പൂമാല. അപ്പോൾ എന്താ പറയുക, കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയുള്ള അവസ്ഥ. അതെ, മിഷൻ വണ്ടർബീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മൾ ഇന്നലെ കിടന്നത് ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലാണല്ലേ. അപ്പോൾ ഉഷാറ വർക്കൊക്കെ ആയിരുന്നു, സൂപ്പറായിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു പെട്രോൾ പമ്പിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ പെട്രോൾ പമ്പ് കേട്ടോ. ഇവിടെ നമ്മളെ ചെറുപുഴയിലെ ബേബി സാറിനെ പോലെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല കേട്ടോ. അല്ല പക്ഷേ നമ്മുടെ സപ്തഭാഷ സംഗമയുടെ ഹൃദയഭാഗമായ കാസർഗോഡിൻ്റെ ടൗണിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ ഇനി പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് മാഷേ? നമ്മുടെ കോഴിക്കോടേക്ക് പോകണം അല്ലേ? കാഞ്ഞങ്ങാട്. അതന്നെ ബോർഡ് കാണാം, കറക്റ്റ് ബോർഡിൽ കാണുന്ന പോലെ കാഞ്ഞങ്ങാട് 90 കിലോമീറ്റർ, കണ്ണൂർ അതെ 179 കിലോമീറ്റർ കോഴിക്കോട്. അതെ. അപ്പം നമ്മളിവിടെ ആദ്യം പോകണം നമ്മൾ പിന്നെ ഉദുമ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബേക്കക്കോട്ട, പിന്നെ നമ്മൾ കാഞ്ഞങ്ങാട്, പിന്നെ കണ്ണൂർ, പിന്നെ കോഴിക്കോട്, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഈ ടൗൺ നമുക്ക് വിചാരിച്ച പോലെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഈ ടൗണിൽ നിന്ന് കിട്ടിയില്ല. പക്ഷേ ടൗണിലുള്ള ആൾക്കാരും അതുപോലെ ഭക്ഷണം വാങ്ങാനും മറ്റു കാര്യത്തിനും സെൽഫി എടുക്കാനും അല്ലേ, അതിനൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ. സൂപ്പറാണ്. എല്ലാവർക്കും സപ്പോർട്ടിന് ഭയങ്കര എല്ലാവിധ സപ്പോർട്ടിനും ഞങ്ങൾ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ടൗണിൽ നിന്ന് ചവിട്ട് തുടങ്ങുകയാണ്. കുറേ രസകരമായ അനുഭവങ്ങളിലൂടെയൊക്കെ ആയിരുന്നു നമ്മൾ ഇവിടം വരെയുള്ള യാത്ര കേട്ടോ. നല്ല അതായത് നല്ലതും മോശമായിട്ടുള്ള അനുഭവങ്ങൾ. നമ്മുടെ ഏകദേശം 69ാമത്തെ ദിവസം അല്ലേ, 69ാമത്തെ ദിവസത്തിൽ നല്ല അനുഭവങ്ങളും ചില മോശപ്പെട്ട സംഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യണ്ടേ? അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാം സഹിക്കണം, എല്ലാം പൊറുക്കണം, എല്ലാ സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ആവണം അല്ലേ. കളനാടാണുള്ളത്. അവിടെ നമ്മുടെ ഒരു ആറം എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീം ഫാക്ടറിയിലാണ് കേട്ടോ. റെഡ് മാംഗോ അല്ലേ, റെഡ് മാംഗോ എന്ന് പറഞ്ഞൊരു, നമ്മളിവിടെ വന്നപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെട്ട്. ഇതാണ് നമ്മുടെ ഈ ഓഫീസിൻ്റെ മാനേജർ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം അല്ലേ. നിങ്ങളുടെ പേരെങ്ങനെ? ഷിഹാബ് അല്ലേ. അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മുടെ ഫാക്ടറി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. എല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ നീറ്റും വൃത്തിയായിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. കൂടെ അവരുണ്ടാക്കിയിരിക്കുന്ന റെഡ് മാംഗോ ഐസ്ക്രീമും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നു. അപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. തീർച്ചയായിട്ടും നമ്മളിതാ കളനാടിന് രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഇതൊരു വളരെ കുഞ്ഞൊരു ടൗണാണ്. പക്ഷെ നല്ല രീതിയിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല നല്ല ആശയങ്ങൾ പറഞ്ഞ് പകർന്നു തന്നിട്ടും നല്ല സംഭാവനകൾ തന്നിട്ടും അതുപോലെ നമ്മുടെ ദാഹങ്ങൾ അകറ്റാനും വിശപ്പുകൾ അകറ്റാനും എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഇക്കാൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഷാഹിദ് അല്ലേ? ഷാഹിദൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റും അല്ലേ? അതെ, സൂപ്പർ മാർക്കറ്റാണ്. ഒരുവിധം എല്ലാ സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നുവെച്ചാൽ ഇവരുടെ മനസ്സാണ് ഏറ്റവും വലിയത്. ഇപ്പോൾ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിള്ളേർക്ക് കൊണ്ട് നല്ല സപ്പോർട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കടേൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സാത്തൽ മദീന എന്ന ഷോപ്പാണ് കേട്ടോ. ഇത് നമ്മുടെ നിയറസ്റ്റ് സിറ്റി സൂപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. വൈക്കാൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. താങ്ക് യു. അപ്പോൾ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് നടന്ന സാധനം കിട്ടി. അതായത് മീറ്റർ, ഡിജിറ്റൽ മീറ്റർ, നമുക്ക് റീഡിങ് കാര്യങ്ങളെല്ലാം കാണിക്കാൻ ഡിജിറ്റൽ മീറ്റർ കിട്ടി. അപ്പോൾ ഡിസ്റ്റൻസും കാര്യങ്ങളും കിലോമീറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഫിറ്റാക്കാൻ നോക്കാം. ഹൈറ്റും ഉണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ്. അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. വാറണ്ടി കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ബാക്കപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഫിറ്റാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ശരിക്കും നമ്മുടെ റൈഡിൽ ഇത് ആവശ്യമുള്ളൊരു സാധനം കേട്ടോ. നല്ല ഉപകാരപ്പെടുന്ന ഒരു സാധനം. നമ്മളെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ ഓടി. കാരണം വെച്ചാൽ നമ്മളൊരു ഓൾ കേരള മൊത്തം എത്തുമ്പോഴത്തേന് തന്നെ നമ്മൾ ഏകദേശം നമ്മൾ നോർമൽ രീതിയിൽ റൈഡേഴ്സ് പോകുന്നതിൻ്റെ ഒരു 3 ഇരട്ടി കിലോമീറ്റർ നമ്മളെന്തായാലും സഞ്ചരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ അത് എത്ര കിലോമീറ്ററായി, എങ്ങനെയാണ് എത്ര കിലോമീറ്റർ ആകുന്നത് നമുക്ക് ഒരു രേഖ വേണം. നമ്മൾ പറയുന്നതിനെക്കാട്ടും നല്ലത് ഇത് കാണിക്കുമ്പോൾ അതൊരു എന്താ പറയുക, പ്രൂഫാണല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഫിറ്റാക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഫിറ്റാക്കുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും. ഇതാണ് അതിൻ്റെ സെൻസറും സംഗതികളും. നമ്മുടെ സ്പീഡോമീറ്റർ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിങ്ങനെയാണ് സംഭവങ്ങൾ. നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഇത് ഇങ്ങനെ ഞെക്കി പിടിച്ചാൽ ലൈറ്റിൽ കുറേ വ്യത്യസ്ത മോഡുകളുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതാ പള്ളി പെരുന്നാളുണ്ട്. പിന്നെ ഇത് തൃശ്ശൂർ പൂരത്തിന് ചെറിയൊരു നമുക്ക് മഞ്ഞത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ ഓടിക്കാൻ ഇത് നോർമൽ. പിന്നെ അതിങ്ങനെ ഓഫാക്കി വെക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉണ്ടാവും ടോട്ടൽ കിലോമീറ്റർ കാണിക്കും. എന്തൊക്കെ മോഡലുണ്ട് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഇത് ഡിസ്റ്റൻസ് മൊത്തം കാണിക്കുന്നത്. പിന്നെ ഇതെന്താ സംഭവം അറിയില്ല. പിന്നെ ആവറേജ് സ്പീഡ് കാര്യങ്ങളുണ്ട്, മാക്സിമം സ്പീഡുണ്ട്. ഇത് ആവറേജ് സ്പീഡ്. ഇത് പിന്നെ ടൈമാണ്, നമ്മൾ റൺ ചെയ്യുമ്പോഴുള്ള ടൈം. സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം മാഷിൻ്റെ കയ്യിലുള്ള പോലെ തന്നെയാണ് അവസ്ഥ. കയ്യിൽ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ പൂമാല. അപ്പോൾ എന്താ പറയുക, കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയുള്ള അതേ അവസ്ഥയാണിത്. സാധനം ഫിറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ എന്താവുമെന്ന്. മാഷേ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? പൂമാലയൊക്കെ ഇനി നമ്മളെ ഇതിനകത്തുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ മൂപ്പര് ഐഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. സ്പീഡും കാര്യങ്ങളൊക്കെ. ഒരു 3 കൈ വേണം. 3 കൈ വേണം. അതായത് 2 കൈ ഊപ്പർക്ക് കയ്യിൽ ഹാൻഡിൽ പിടിക്കാനും 1 കൈ ഫോൺ പിടിക്കാനും. അപ്പോൾ അതിനുള്ളൊരു കൈയും കൂടെ നമ്മൾ വാങ്ങുന്നുണ്ട്. വിശക്കുന്നു. താൻ അവിടെ നിന്ന് 4 പൊറോട്ടയും മുട്ടക്കറി അടിച്ചല്ലേ രാവിലെ? അത് അതിലേ പോയേ. അപ്പോൾ വിശക്കെന്ന് പറയുന്നത് സംഭവം ശരിയാണ്. ഏകദേശം 3 മണി കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഭക്ഷണം കഴിച്ചാണ്, വേറൊന്നും കഴിച്ചില്ല. അപ്പോൾ നമ്മൾ ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് കുറേ ഷോപ്പിൽ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. ഓൺലൈനിലൊക്കെ ഉണ്ട്, പക്ഷെ അത് എത്രത്തോളം എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇവർ ചോദിച്ചപ്പോൾ അവർ കുഴപ്പമില്ല, ഓക്കെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇതിന് പൈസയൊക്കെ കൊടുത്തിട്ട് പോകണം. അപ്പോൾ ഇതിവിടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇവർ തന്നെ സ്വന്തം ഇത് അസംബിൾ ചെയ്യാണ്. പാർട്സൊക്കെ പുറമേ നിന്ന് വരും, ഇവിടുന്ന് അസംബിൾ ചെയ്യും. നമ്മൾ അസംബിൾ ചെയ്യുന്ന ഇവിടുത്തെ സർവീസ് ചേട്ടനാണിത്. ഇവർ 2 പേരാണ്. ഒരുവിധ എല്ലാ ആക്സസറീസ് എന്താ പറയുക, സ്പെയറും എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി സൈക്കിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ ചെറുതും വലുതുമായിട്ടുള്ള സൈക്കിളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഏറ്റവും അടുത്ത് എന്താ പറയുക, ഏറ്റവും പുതിയതായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്തൊരു ബൈക്കാണ് കേട്ടോ. റോഡ് ബൈക്കാണ് ഏറ്റവും പുതിയതായിട്ട്. 8 ഗിയറാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതിന് ഏകദേശം
40 ചില്ലറ റുപ്യാണ് റേറ്റ്, 41 തോന്നുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇതിന് 41 റുപ്യ കേട്ടോ. ഇത് ഏറ്റവും പുതിയത് വന്നതാണ്. ഇതിൻ്റെ എല്ലാ ഗിയറും കാര്യങ്ങളെല്ലാം അടിപൊളി സാധനങ്ങൾ കേട്ടോ, നല്ല കമ്പനി സാധനങ്ങൾ അതൊക്കെ ചെയ്തിരിക്കുന്നത്. സൂപ്പർ സാധനം കേട്ടോ. ഏകദേശം 11 കിലോ ചില്ലറയാണുള്ളത്. ടയറൊക്കെ കണ്ട ചെറിയ ടയറും കാര്യങ്ങൾ. ഇതാണ് ഏറ്റവും പുതിയ മോഡൽ, ഇവിടെ ഉള്ളതിൽ ഏറ്റവും പുതിയ മോഡലേ, ഏറ്റവും വിലയുള്ളത്. ഇതിന് ഏകദേശം 46 രൂപ റേറ്റ് കേട്ടോ. ഇത് ഫുള്ളി കാർബൺ അല്ല, സ്റ്റീലാണെന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് സൈക്കിളിനെ കുറിച്ച് അധികം വ്യക്തമായിട്ടൊന്നും അറിയില്ല. 46,995 ഓഫർ പ്രൈസാണ്. 53,995 ഉണ്ടായിരുന്നതാണ്. പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ടയറൊക്കെ കണ്ടോ, ഏറ്റവും അതായത് കട്ടി കുറഞ്ഞ, ഏറ്റവും കട്ടി കുറഞ്ഞ ഒരിത്. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രോ. ഈ ബ്രോയാണ് നമുക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ. ബ്രോ പേരെങ്ങനെയായിരുന്നു? സാഹിബ്. അതെ, ഇത് നമ്മളെ അപ്പോൾ സാറാസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ സൈക്കിൾ ഷോപ്പാണേ. നമ്മളെ ഇത് കബാബ് എന്ത് കോംപ്ലക്സാണ്? ബദർ കോംപ്ലക്സ് അല്ലേ, അവിടെയുള്ള സൈക്കിൾ ഷോപ്പാണ്. നമ്മളിവിടെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് എന്താ പറയുക കാര്യങ്ങൾ ചെയ്ത് തന്നു. ഇപ്പോൾ നല്ലൊരു സപ്പോർട്ടായിരുന്നു. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഈ രണ്ട് ആൾക്കാർ വന്നത്. അതുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ കൂടി കടമയാണ്. സോ ഗുഡ് ലക്ക് ഫോർ യു. താങ്ക് യു. കള്ളനാടെന്ന് നമ്മുടെ കാസർഗോഡിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പുള്ളോര് അല്ലേ. ഇവർക്ക് പറയാനുള്ള 2 വാക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ഒരു വീഡിയോ. അവർ വന്നത് ഓൾ ഇന്ത്യ ട്രിപ്പാണ്. ഓൾ ഇന്ത്യ ട്രിപ്പ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഇന്ത്യയില് ഇപ്പോൾ എല്ലാവരും ഇറങ്ങുന്നതിന് ഇങ്ങനെ കറങ്ങാനല്ലേ. ഇവരിറങ്ങുന്ന 5 വീടുണ്ടാക്കാനാണ്. അപ്പോൾ എല്ലാവരും കഴിയുന്ന പരമാവധി സഹായിക്കുക, പോലെ ചെയ്യുക. കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ സൈക്കിൾ ഓട്ടുന്നത്. അതും ചിന്തിച്ചിരുന്നോ, നിങ്ങൾ എത്രയോ ഫുഡും വേസ്റ്റും പൈസ ഇങ്ങനെ വേണ്ടാത്തതിനാൽ ചാടുന്നുണ്ട്. ഏകദേശം ആളെ ബർത്ത്ഡേക്ക് വിഷാക്കിയിട്ട് ആദ്യം ഇതാക്കിയിട്ട് കളിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1 രൂപ 5 രൂപ ലിറ്റർ എല്ലാവരും സഹായിക്കണം. ഇത് എന്തിനാണെങ്കിൽ 5 ഹൗസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാക്കിയാൽ. അപ്പോൾ മറന്നല്ല ഓൾ ഇന്ത്യ ട്രിപ്പ് വല്ല തൂര. നമ്മളിവിടെ അതായത് പാലക്കുന്ന് പെട്രോൾ പമ്പിൻ്റെ നേരെ, ഭാരത് പെട്രോൾ പമ്പിൻ്റെ നേരെ മുമ്പിനാണല്ലോ കേട്ടോ. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ഈ പോകുന്ന പോക്കിൽ ഞങ്ങളെ കണ്ടു നിർത്തി ഞങ്ങളെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്താന്ന് പറഞ്ഞു. അതെ, അത് പറയാനാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ടെൻ്റ് അടിക്കാനുള്ള ക്യാപ്പ് നോക്കി പമ്പിൽ വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നിർത്തിയപ്പോൾ എന്തോ ഒരു സാധനം റോഡിൽ വീണ കണ്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ നിർത്തിയപ്പോൾ ആദ്യം വെച്ച് വേസ്റ്റാണ്. പിന്നെ നോക്കുമ്പോൾ എന്തോ ഒരു സാധനങ്ങളാണ്, എന്തോ ഭക്ഷണം ഉണ്ടാക്കാൻ എന്നുള്ള സാധനമാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിനകത്തേക്ക് ഓടി അടുത്തെത്തിയപ്പോഴത്തേനും അവരും വണ്ടി നിർത്തിയിട്ട് വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, മനസ്സിലാക്കി, നല്ല രീതിയിൽ തന്നെ സംഭാവന കാര്യങ്ങളൊക്കെ തന്നു, നല്ല സപ്പോർട്ട് തന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അവർക്ക് പറയാനുള്ള 2 വാക്കും കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷക്കീബ്. ഞാൻ മാധ്യമം കാഞ്ഞങ്ങാട് റിപ്പോർട്ടറാണ്. ഒരു വലിയൊരു ലക്ഷ്യവുമായാണ് വയനാട്ടിലെ നമ്മുടെ ഒരു സഹോദരന്മാർ ഓൾ ഇന്ത്യ റൈഡ്. വെറും എൻജോയ്മെൻറ്റിനപ്പുറത്ത് കുറച്ച് വീടില്ലാത്തവർക്ക് വീട്, അതാണ് അവരുടെ എയിം, ഈ യാത്രയുടെ എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും സപ്തഭാഷാ സംഘം മുതൽ കാസർഗോഡിൻ്റെ എല്ലാ പിന്തുണയും എൻ്റെയും ഇവൻ്റെ പെണ്ണ മകനാണ് ഷെരീഫ്, ഗൾഫിലാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അഭിമാനം മുഹൂർത്തമായ ഒരു സമയമാണ്. എന്താണ് ഇവർ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കണ്ടപ്പോൾ പറഞ്ഞേ നിർത്തണം, നമുക്ക് ഒരു എന്ത് പറഞ്ഞാൽ പിന്നെയാണ് അറിയുന്നത്, ഇവരടുത്തെത്തിയിട്ടാകുമ്പോൾ അറിയുന്നത് ഇവരുടെ ഉദ്ദേശം ഇങ്ങനൊരു സംഭവമാണ്, വീടുണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ. എന്തായാലും ഗോഡ് ബ്ലെസ് യു. നമ്മളെ കാസർഗോഡിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഉണ്ടാകും. എന്താ പറഞ്ഞാൽ സേഫ് റൈഡ് ആക്കുക, നല്ല വാട്ടർ, നല്ല വെള്ളം കുടിക്കുക, നിങ്ങളെ സേഫ്റ്റി. എന്താ അറിയാലോ, എന്തായാലും നെഗറ്റീവ് എല്ലാം കുറേ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമൊന്നുമില്ല. പിന്നെ എൻജോയ്മെന്റ് നിങ്ങൾ എന്തായാലും മനസ്സിലാവും, എൻജോയ്മെന്റ് അങ്ങനത്തെ ഒരു പ്രതീക്ഷയില്ല. അപ്പം നിങ്ങൾ കയറിയ ഈടെ നിങ്ങൾക്ക് പഠിക്കണ്ട, കാസർഗോഡ് ഇങ്ങനെ സേഫ്. അങ്ങോട്ട് ഡിസ്ട്രിക്ട് എങ്ങനെയാണെന്നറിയില്ല, ഇവിടെ പക്ക സേഫ്. നിങ്ങൾക്ക് ഏട് വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാലോ, കാസർഗോഡ് ഏട് വേണമെങ്കിലും ഒന്നുമില്ലെങ്കിൽ വീട്ടിലെവിടെയെങ്കിലും പോയിക്കോ. വീട്ടിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് ഭക്ഷണവും എല്ലാം കിട്ടും. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല.
അപ്പോൾ നമ്മുടെ കാസർഗോഡിലുള്ള എല്ലാ പിന്തുണയും സപ്പോർട്ട്. ഷെരീഫ് കല്ലൂരാണ്. താങ്ക് യു താങ്ക് യു